നമുക്ക് കുറേ ചെടികളുണ്ട്. അത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവരുവാനും നമ്മുടെ വീടുകളിൽ ഐശ്വര്യവും സന്തോഷം കൊണ്ടുതരാനും പറ്റിയ കുറേ ചെടികളുണ്ട്. ഈ ചെടികളെല്ലാം നമ്മുടെ മുറ്റത്തൊന്ന് നട്ടു വളർത്തിയാലോ എന്ത് രസമായിരിക്കും അല്ലേ? അത് ഏതൊക്കെ ചെടികളാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അതുപോലെ ആദ്യം നമ്മൾ നോക്കുന്ന ഏത് ചെടിയാണ്? പഴയ കാലത്തെ ചെടികൾ ഏതാണെന്ന് അറിയാവോ? ചെമ്പരത്തി. നമ്മുടെ പണ്ടത്തെ ആൾക്കാർ ഈ അവർ വേലിയായിട്ട് ഇത് കുത്തി നിർത്താറുണ്ട്. ചെമ്പരത്തി അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് അന്നറിയില്ല. പക്ഷേ ഇന്നിപ്പം നമുക്ക് ഗൂഗിൾ വഴിയൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുന്നതാണ്. ഈ ചെമ്പരത്തി, ചുവന്ന ചെമ്പരത്തി, പല ഇതിലുള്ള ചെമ്പരത്തികളുണ്ട്. ആ ചെമ്പരത്തി അല്ല, ചുവന്ന ചെമ്പരത്തി നമ്മുടെ ദിശ നോക്കി നമ്മുടെ മുറ്റത്ത് വെച്ചാൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും, ഐശ്വര്യവും എല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് മുല്ല. മുല്ലപ്പൂ ഇഷ്ടമില്ലാത്തവരാരാണുള്ളത്? ആ മുല്ലപ്പൂവ്, ആ മുല്ലച്ചെടി നമ്മുടെ മുറ്റത്ത് തന്നെ, നമ്മൾ കയറുന്ന ഭാഗത്ത് മുറ്റത്ത് തന്നെ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ നട്ടു വളർത്തണം. അതിൻ്റെ ഫലം ഉഗ്രൻ ഫലമാണ് നമുക്ക് നൽകുന്നത്. അത് നല്ല ഐശ്വര്യം കൊണ്ടുവരികയും സമൃദ്ധിയും എല്ലാം നമുക്ക് കൊണ്ടുതരുന്നതാണ്. സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകാനും മുല്ല നട്ടു വളർത്തുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ തുളസി നമ്മുടെ മുറ്റത്ത് നട്ടു വളർത്തണം. പിന്നെ അതുപോലെ തന്നെ തുളസി, പിന്നെ ഇലച്ചെടികൾ, അത് നമ്മുടെ വീടിൻ്റെ അതിർത്തി, നമ്മുടെ മുൻവശത്ത് തന്നെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം. ഇലച്ചെടികൾ നല്ലതാണ്. അത് പച്ച കലർന്ന മഞ്ഞ കലർന്ന ചെടിയാണ് ഏറ്റവും ഉത്തമമായത്. അത് നല്ലതാണ്. നമുക്ക് സാമ്പത്തിക മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം ഇത് നല്ല ഉത്തമമായ ഒരു ചെടിയാണ്. മഞ്ഞ കലർന്ന ചെടികൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് അവിടെ മുറ്റത്ത് നടാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ റോസ അത് നമ്മൾ ഒരിക്കലും നമ്മുടെ മുറ്റത്ത് തന്നെ നടാൻ ശ്രമിക്കരുത്. മുള്ളുള്ള ചെടികൾ നമ്മൾ മുറ്റത്ത് നമ്മുടെ വീടിൻ്റെ സൈഡുകളിൽ വെക്കാൻ പാടില്ല. അത് നമുക്ക് സാമ്പത്തികമായ ധനനഷ്ടത്തിന് കാരണമാകും. അതുകൊണ്ട് അതും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുറ്റത്ത് വയ്ക്കാതെ ഈ ഇലച്ചെടികൾ, അതുപോലെ മണിപ്ലാന്റ്, തുളസി, കറ്റാർ വാഴ, ചെമ്പരത്തി, മുല്ല, ഇതെല്ലാം ചെത്തി എന്ന് പറഞ്ഞാൽ തെച്ചി, അങ്ങനെയാണ് പറയുന്നത്. തെച്ചി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്, ചെടികളുണ്ട്. ആ ചെടികൾ മുറ്റത്ത് തന്നെ നട്ടു വളർത്താൻ ശ്രമിക്കണം. അത് നല്ല ഐശ്വര്യം നമുക്ക് കൊണ്ടുതരുന്നതാണ്. മണിപ്ലാന്റാണ് കൂടുതലായിട്ടും നമുക്ക് സാമ്പത്തിക മുന്നോട്ടത്തിന് ഏറ്റവും ഉത്തമമാണ് മണിപ്ലാന്റ്. അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ്, ഓക്സിജൻ പ്ലാന്റ്, ചിലന്തി നമ്മൾ പറയുന്ന സ്പൈഡർ പ്ലാന്റ്, അത് ഈ ഓക്സിജൻ പ്ലാന്റിനെ പോലെ തന്നെ സ്പൈഡർ പ്ലാന്റ് തുടങ്ങിയവയെല്ലാം നമുക്ക് നമ്മുടെ മുറ്റത്ത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. തന്നെ നമുക്ക് ഐശ്വര്യം കൊണ്ട് തരുന്ന ചെടിയാണ് ചെമ്പരത്തി. ആ ചെമ്പരത്തി നമ്മുടെ ദിശ നോക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ അടിപൊളിയായ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ചെമ്പരത്തി പല കളറിലുണ്ട്. ചെമ്പരത്തി പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പഴയ കാലത്തുള്ള ചെമ്പരത്തിയില്ല, പഴയ ചെമ്പരത്തി. ഇപ്പോൾ പുതിയ മോഡേണുള്ള ചെമ്പരത്തികളുണ്ട്, പല കളറിലുണ്ട്. എങ്കിലും സാധാ ചുവന്ന ചെമ്പരത്തി അത് നമ്മുടെ ദിശകളിൽ നോക്കി വെച്ചാൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പഴയ കാലത്തെ ആൾക്കാർ ഇത് വേലിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചെമ്പരത്തി ചുറ്റും വെക്കുന്നതും മറ്റുള്ളവരുടെ കണ്ണേറ് തട്ടുന്നതിനുമെല്ലാം ഇത് ഒരു ഉത്തമ പരിഹാരമാണ്. നല്ലൊരു ചെടിയുണ്ട്, അത് ഏതാണെന്നറിയാവോ? ഓക്സിജൻ പ്ലാന്റ് അഥവാ സ്പൈഡർ പ്ലാന്റ്. അത് നല്ല ചെടിയാട്ടോ. അത് നമുക്ക് ഓക്സിജനെയാണ് നമുക്ക് തരുന്നത്. നമ്മുടെ ചുറ്റും അത് വെച്ച് സാമ്പത്തികമായി നമുക്ക് മുന്നോട്ട് നിൽക്കാനും ഇതെല്ലാം സാമ്പത്തികം നമുക്ക് വീടുകൾ കൊണ്ടുവരാനും പിന്നെ അതുപോലെ തന്നെ സന്തോഷവും ഐശ്വര്യവും എല്ലാം കൊണ്ടുതരുന്നതാണ് ഓക്സിജൻ പ്ലാന്റ്. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമുക്ക് ഓക്സിജൻ അതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആരോഗ്യപരമായിട്ടും നമുക്ക് സന്തോഷം കൊണ്ടുതരുന്നതിനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനും ഓക്സിജൻ പ്ലാന്റ് നട്ടു വളർത്തുന്നത് നല്ലതാണ്. മണിപ്ലാന്റിന് പല രൂപത്തിലുള്ള മണിപ്ലാന്റ് ഉണ്ട്. മഞ്ഞ മണിപ്ലാന്റ് ഉണ്ട്,
അതുപോലെ തന്നെ മാർബിൾ മണി പ്ലാന്റ് ഉണ്ട്. അങ്ങനെ കുറേ മണി പ്ലാന്റുകളുണ്ട്. അതിൽ നമ്മൾ ഏത് മണി പ്ലാന്റ് വെച്ചാലും നമുക്ക് ദിശ അനുസരിച്ച് വേണം വെക്കാൻ. ചില സ്ഥലങ്ങളിൽ വെച്ചാൽ ഇതിന് നമുക്ക് ഭാഗ്യത്തിനേക്കാൾ നിർഭാഗ്യം വിളിച്ചു വരുത്തുന്ന ചെടിയായി പോവും. അതുകൊണ്ട് മണി പ്ലാന്റ് വെക്കുമ്പം പ്രത്യേകം സൂക്ഷിക്കണം. കാരണം നല്ല സ്ഥലങ്ങളിൽ നല്ല ദിശ നോക്കി നമ്മളവിടെ വെച്ചാലേ മണി പ്ലാന്റിനെ കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ.